മോനെ പന്നി അല്ല പളനി ഇങ്ങോട്ട് കൊണ്ടുപോയി സ്വീകരിച്ചാട്ടെ. ആ ചെല്ലി. അല്ല പിന്നെ മോനെ മണ്ഡപത്തിലാട്ട് കയറി ഇരുന്നാട്ടെ. എന്നെ ആരും ഇരുത്താൻ ശ്രമിക്കണ്ട. ഞാൻ ഈ മണ്ഡപത്തിന്റെ കഴിക്കോലിൽ തൂങ്ങിക്കിടന്നോളാം. എന്നാ പിന്നെ കയറോടെ കഴുത്തേക്കെട്ട് തൂക്കിയിട്. എന്ത്? അല്ല, താലി കെട്ടുന്ന സമയനാന്ന് പറയാ. ഷെട്ടി വേണം, ഷെട്ടി വേണം. എന്ത് വേണം? കെട്ട് വേണം, കെട്ട് വേണം. നാഗസർക്കാർ എത്തിയിട്ടില്ലല്ലോ. അതെ, നാഗസർക്കാർക്ക് വരാൻ കാസറ്റിട്ടുണ്ട്. എന്നാ കാസറ്റ് സർക്കാരോട് നാഗസ്വരം വായിക്കാൻ പറ. താലി കെട്ടാൻ വരട്ടെ. താലി കെട്ടുന്നതിന് മുമ്പ് ചെറുക്കൻ പെണ്ണിന് പെൺമണം കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ആ ആചാരം നടക്കട്ടെ. പളനി പെൺമണം കൊടുക്കട. എന്റെ കയ്യിൽ ചില്ലിക്കാശില്ല. പെൺപണം കൊടുക്കാൻ വെച്ചിരുന്ന കാശ് കൊണ്ട് ഞാൻ എന്റെ പാന്റിന്റെ ബെൽപോട്ടം കൂട്ടി. അത് ശരി. അപ്പൊ ഇത് പാന്റായിരുന്നോ? ഞാൻ വിചാരിച്ചു പാവാടിയായിരിക്കും. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. പെൺപണം കൊടുത്താൽ മതിയാവൂ, ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല. ഡാഡി, മമ്മിയുടെ ബോധം പോയി. എന്റെ ദൈവമേ. കുഞ്ഞാടുകളെ, നിങ്ങൾ ആരും നിയമം തെറ്റിക്കരുതോ. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പെൺപണം കൊടുത്തിട്ട് കല്യാണം കഴിക്കുക. അച്ചോ, ഇത് എവിടുത്തെ നിയമമാണ്? ഇങ്ങനൊരു നിയമം ആദ്യമായിട്ട് കേൾക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞത് വളരെ ശരിയാണ്. അച്ഛനെ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ മകനെ, നീ പറഞ്ഞത് 100% ശരിയാണ്. എല്ലാവരും പറഞ്ഞത് ശരിയാണെങ്കിൽ പിന്നെ ആര് പറഞ്ഞ അച്ചോ തെറ്റ്? ഈ വിവരമില്ലാത്ത തെറ്റുകളോട് സംസാരിച്ച് ഞാനാണ് തെറ്റുകാരൻ. എന്റെ ഊട് വിളമ്പ് വെച്ചേക്കൂ, ഞാൻ കഴിച്ചിട്ട് പോയിക്കോളാം. അതെ, നിങ്ങൾ ആരും ഈ കല്യാണം മുടക്കരുത്. ഇവനെ ഞാൻ ഒപ്പിച്ചെടുത്ത് എങ്ങനെയാണെന്ന് എനിക്കും കടലമ്മയ്ക്കും മാത്രമേ അറിയാവൂ. ഇവൻ ഈ മസല് മാത്രമേ ഉള്ളൂ. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചെറുക്കനാ. ബെല്ലുണ്ട് 95. അച്ഛോ, അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. പെൺപണം കൊടുക്കാൻ കാശില്ലെങ്കിലേ ഞാൻ തരാം. ഇന്നാച്ചാ കാശ്. പെൺപണം കിട്ടിയ സ്ഥിതിക്ക് ഇനി കല്യാണം നടക്കട്ടെ. വെക്കടാ നാഗസര കാസറ്റ്. അതെ, കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒട്ടും താമസിക്കണ്ട. ചെറുക്കനും പെണ്ണിന് ഇനി ഇറങ്ങാനില്ല. പെണ്ണിന്റെ അമ്മയ്ക്ക് ബോധമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണിനെ ഇപ്പൊ തന്നെ കൊണ്ടുപോണ. ബോധം വന്നിട്ട് കൊണ്ടുപോയാ പോരെ. ബോധമില്ലാത്തവരുടെ കൂട്ടത്തിൽ ബുദ്ധിയില്ലാത്തവർ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പോകാൻ സമയമായി. ഡാഡി, ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ കറുത്തമ്മേ, അമ്മടെ കിടപ്പ് കേട്ടിട്ട് നിനക്ക് എങ്ങനെ പോകാൻ തോന്നുന്നു? ഇല്ല ഡാഡി, എനിക്ക് പോണം. പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോവും. പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഡാഡി, എനിക്ക് പോണം. എന്നാ പോടി. നീ നശിച്ച് നാറാണക്കല്ല് പറിച്ചു പോട്ടാ. അയ്യോ, ഞങ്ങളെ ശസിക്കല്ലേ പ്ലീസ്. നീ മുടിഞ്ഞ് തെണ്ടീശ്വരമൂത്ത് പട്ടിണി കിടന്ന് എല്ലും തോലുമായി ഉറുമ്പരിച്ച് കിടക്കും കേട്ടാ. ആ സമയത്ത് എന്റെ തലയെ ഇടുത്തി വെട്ടി, കാലെ പാമ്പും കടിച്ച്, അതേ കാലിൽ തന്നെ പട്ടിയും കടിച്ച്, ആ മുറിയിൽ പൂച്ചയും മാന്തി, അതേ മുറിയിൽ കോഴിയും കൊത്തി കിടക്കും. അത് ടർക്കിക്കോഴി. നിന്നെ പണ്ടായി പോട്ടെ. സ്വന്തം മകളെ ഇങ്ങനെ പ്രാകരുത്. ആ പറഞ്ഞതൊക്കെ തന്റെ മോക്ക് സംഭവിക്കട്ടെ. ഡാഡി, പോടി. എനിക്കിങ്ങനെ മോളില്ല. നിന്റെ പേര് ഞാൻ റേഷൻ കാർഡിൽ വെട്ടിയിരിക്കേ. ഇനി അവളെ പ്രാകിയാൽ തന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. വഴി പോകാം. നിലാവുള്ള രാത്രിയിൽ മസിൽമാനെ കണ്ടപ്പോൾ, നിലാവുള്ള രാത്രിയിൽ മസിൽമാനെ കണ്ടപ്പോൾ, വിസിൽ പോലുള്ള എന്നെ നീ വെറുത്തു പോയോ? ഊനിന്റെ മോളിൽ ഒരു അതുപോലെയാണ് വിധി. മതി മതി, മണി 10. നീ കിടന്ന് ഉറങ്ങണാവേ. എങ്ങനെ ഇറങ്ങാനാണ്? ഇന്നൊക്കെ രാത്രിയല്ല, രാജസൂയവും കഴിഞ്ഞ് യജ്ഞത്തിലേക്ക് കടന്നു കാണും. എന്നോട് പറഞ്ഞത് നോക്കുമ്പോ ആ മസിലി മണ്ടനോട് അവൾ എന്തൊക്കെ പറയാനുണ്ടാവോ? അയ്യോ,
ഞങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ കടലുണ്ടായത്. എന്നെ എന്തോ കടിക്കും തോന്നുന്നു. അയ്യോ. ഉറുമ്പോ മറ്റോ ആണോ? ഓ, പാമ്പായിരുന്നോ? പാവം പാമ്പ്. ഇന്നലെ കടലിൽ നിന്ന് കയറിയാൻ തോന്നുന്നു. ചേട്ടാ, എന്താ കറുത്തുമ്മ? ചേട്ടൻ എന്തെങ്കിലും പറയൂ. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ, തമാശ വെക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാ. എങ്കിൽ ഞാൻ ഒരു ഇടിവിട്ട് തമാശ പറയാം. വേഗം പറ. ചായക്കടയിൽ ചെന്ന വൃദ്ധനോട് സപ്ലയർ, ചായ വേണോ അതോ കാപ്പി വേണോ? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എന്ത് പറഞ്ഞെന്ന് പറ. ഞാൻ പറയാം, പക്ഷേ നീ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പരുത്. ഇല്ല, ചേട്ടൻ പറഞ്ഞു. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ചായയും വേണ്ട കാപ്പിയും വേണ്ട, ചാപ്പി മതി. കത്തുമ്പ, നീ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പുകയാണോ? ഇല്ല, ഞാനൊരു കല്ല് തപ്പുക. അയ്യോ, ഒടുക്കത്തെ ഒരു ഇടിവെട്ട് തമാശ. ഇനി ഇത്തരം തമാശകൾ പറഞ്ഞാലേ ഒറ്റ ചിരി വെച്ചേരും. എങ്കിൽ ഞാൻ ഒരു മുടിവെട്ട് തമാശ പറയാം. ചേട്ടൻ എന്നെ ചിരിപ്പിച്ചേ അടങ്ങും. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ ഒരാൾ, ഇവിടെന്തുണ്ട് കഴിക്കാൻ? അപ്പോൾ ബാർബർ കട്ടിങ് ഷേവിങ്ങും. അപ്പോൾ വന്നയാൾ, രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. സത്യം പറ, ഈ തമാശ നിന്നോട് ആര് പറഞ്ഞു? ഇത് ബോബന് മോണിലുള്ള തമാശയല്ലേ, എനിക്കറിയാം. ഇത് ലവൻ പറഞ്ഞ തമാശയല്ലേ? ലെവനും കുശനും ഒന്നും പറഞ്ഞൊന്നുമല്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ പാത്രങ്ങളൊന്നുമില്ല. കുറച്ച് ചട്ടിയും കലവും വാങ്ങിക്കണം. സമയം കളയാതെ വിളക്ക് എടുത്ത് നമുക്ക് കിടന്ന് ഉറങ്ങാം. വിളക്ക് ഞാൻ കിടത്താം. അയ്യോ, ആ വിളക്ക് ഊതി പറപ്പിച്ച. അതെ, ഇനി വെട്ടത്തിന്റെ ആവശ്യമില്ല. നീ അടുത്തോട്ടിരിക്കും. ഒച്ച വെക്കരുത് കത്തുമ്മ, ഒച്ച വെക്കരുത്. അയ്യോ,